കേരളോർമ്മയുടെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് ലോകമെമ്പാടും വരുന്ന കേരളോർമ്മക്കാർക്കും ഒക്കെ ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വാമിജി നമസ്കാരം. സ്വാമിജിയുടെ പേര് ആദിത്യ സ്വരൂപാനന്ദപുരി. ഇതുവഴി പോയപ്പോ ചാടിക്കരുത് എന്നോട് പറഞ്ഞല്ല, ഞാൻ ആശ്രമത്തിൽ നിന്ന് കാണായിരുന്നു നിങ്ങളുടെ പരിപാടി. ദിവസം കാണാറുണ്ട് ഈ പരിപാടി, ഈ മദ്യമാഫിയകൾക്കെതിരെയുള്ള പരിപാടികൾ. എന്തായാലും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് എന്തായാലും കേരളോർമ്മയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും നേരിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചു. അല്ലാണ്ട് നിങ്ങളുടെ സദസ്സിലേക്ക് വരാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ പേരുദോഷമുണ്ടോ? സ്വാമിജി 24 മാത്രമേ കാണാറുള്ളൂ. എന്താ അതിന്റെ പ്രശ്നം? ഇല്ല, സമകാലീന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് 24 ആണ്. അതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ വളരെയധികം നന്നായിട്ട് അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് ജനങ്ങൾ മുഴുവൻ കാണുന്നത് വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ്. സന്തോഷം. അതിലൊരു വാഗ്ദാനം കൂടിയാണ് ഞാൻ. ഓക്കെ, ഈ ആഷ്മിക്ക് വയറ് നിറഞ്ഞു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അങ്ങനെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാ. തീർച്ചയായിട്ടും ഈ ഫൈറ്റില് വലിയ ശക്തിയുള്ള തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ബാലാവകാശ നിയമമുണ്ടല്ലോ, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. കാരണം സ്കൂളിലും ടീച്ചർമാർക്ക് ചൂരിലെടുക്കാൻ പറ്റില്ല, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ചൂരിലെടുത്തോളാൻ കോടതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാണ് ഇപ്പത് ഈ ഒരു നിയമമുള്ളതുകൊണ്ട്. പിന്നെ സ്കൂളുകളിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അച്ഛനടിച്ചോ അമ്മയടിച്ചോ ടീച്ചറെടുത്ത് ഈ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇവരെ അനാവശ്യമായിട്ട് തന്നെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതില് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യാനാണ് അച്ഛനും അമ്മയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കൂടുതൽ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും. സന്തോഷം സ്വാമിജി, സന്തോഷം. നമ്മൾ ഇനിയും കാണും. തീർച്ചയായും. അപ്പോ സ്വാമിജിക്ക് പറയുന്ന കുറച്ച് കടന്ന കയ്യ 500 കോടി രൂപയുടെ മോഹവിലയുള്ള 300 രൂപയുടെ കപ്പ് സമ്മാനിക്കും. വളരെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും അഴിമതി ആരോപണം വരാതിരിക്കാൻ വേണ്ടി ആ മോഹവിലയാന്ന് പറഞ്ഞു. ഓക്കെ, കേരളോർമ്മ നിങ്ങളുടെ പാട്ട് സൂപ്പറായി കേട്ടോ. അപ്പൊ മോഹവില എത്ര? റെഡി? എന്തോ സുനിൽകുമാർ പോകാൻ സമയമായി തോന്നുന്നു അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ. അപ്പൊ ഓക്കെ, കേരളോർമ്മയുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി, പൂർവ്വ വിദ്യാർത്ഥികൾക്കും വേണ്ടി കേരളോർമ്മയില് നമുക്കൊരു വികാരമല്ലേ? അതെ, അത് ഞാൻ പഠിച്ച സമയത്ത് തന്നെ ഭാഗമായി. ഓക്കെ, എനിക്കറിയാം. പിന്നെ രാസലഹരിക്കെതിരായിട്ട് ആദ്യത്തെ ഡോക്യുമെന്ററി ചെയ്തത് സിറ്റി പോലീസിന് വേണ്ടി വേണ്ട ബ്രോ നമ്മളായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നടന്മാരും MLA-മാരും മന്ത്രിമാരും എല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ സുനിൽകുമാർ ഉൾപ്പെടുത്തിയില്ലയോ? അത് സുനിൽകുമാറുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു കാര്യം പറയാം സാർ. എന്റെ വീടിനടുത്ത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി എപ്പോ വന്നാലും കരച്ചിലും നിലവിളിയൊക്കെ ഉപദ്രവം ഈ ഹസ്ബൻഡിന്റെ. ഓക്കെ, അങ്ങനെ ഞങ്ങളെന്താ ഇത് ചോദിക്കും, എന്താ ഇതൊന്ന് നിർത്തലാക്കണമല്ലോ കുട്ടികൾ. അപ്പൊ പറയുന്നത് അവര് പറയുന്നത് അയാൾ ഈ ഉപദ്രവമുണ്ട്, ലഹരിയുടെ ഒരുപാട് കേസുകളുണ്ട്. ഇത് അതുമായിട്ട് സാറിന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ അമ്മോ, ഞാന് അന്നിങ്ങനൊന്നും ഇരിക്കല്ലോ. ജഗപുകയല്ലേ? അതെ, ജഗപുക. പേരോട് ചോദിച്ചു. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ എവിടുന്നാണ്? ഞാൻ കൊടുങ്ങല്ലൂരിന്ന്. ഓക്കെ, സുഖാണല്ലോ? അപ്പൊ എവിടുന്ന് വരുന്നത് ഇപ്പൊ? ഓക്കെ, സുഖാണല്ലോ? ചെയർപേഴ്സണോടെ. ഓക്കെ, മോഹവില എത്ര? 500 കോടി. ഓക്കെ, റെഡി. മാപ്പിളപ്പാട്ട് പാടിയ മോളെ, ഇത് അണിഞ്ഞുകൊണ്ടാണ് ഇനി ഇവിടെ നടക്കാം. പരീക്ഷയാണോ? നമ്മുടെ കുട്ടികൾക്കെല്ലാം കുറെ ഉടുപ്പ് ഇറക്കി കൊടുത്താലോ? ഓക്കെ, ഒരു കപ്പ് അങ്ങിക്കണം. ഈ കപ്പ് കൊണ്ട് എന്താ ചെയ്യാൻ പോവാ? ഇത് വലിയൊരു സംഭവമല്ലേ സാറിന്റെ ലോകത്തിന് ആവശ്യമുള്ള മകളെ എല്ലാരും കൊടുത്തേ. ഇതെല്ലാം പൊതിച്ചു വേണം നടക്കാൻ കേട്ടോ. റെഡി. അപ്പൊ മദ്യനിരോധന സമിതി ചെയർമാൻ, സ്പോർട്സ് ആണ് ലഹരി. ഓക്കെ, റെഡി. അപ്പൊ ഇനിയും ഒരു മുൻ ചെയർമാൻ കൊടുക്കാം, KS സദാനന്ദന്. മുൻ ചെയർമാൻ. ഓക്കെ, KS സദാനന്ദനെ അടിപൊളി ചെയർമാൻ ആയിരുന്നു. ഓക്കെ.